ലോർഡ് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. വളരെ ഭാരത്തോടും വളരെ വേദനയോടും സങ്കടത്തോടും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ ആലോചനകൾ ഷെയർ ചെയ്യുക. കർത്താവിനെ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണാതെ നമ്മെ പകൽക്കാലം കാണാതെ അനേക ലോകത്ത് മാനപ്പെട്ടപ്പോൾ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടും നമ്മുടെ മാന്യത കൊണ്ടും ഒന്നുമല്ല നമ്മെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണ് നമ്മളോടുള്ള ദൈവത്തിന്റെ ആഴമേറിയ വിശ്വസ്തതയാണ്. എന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദൈവം അവൻ തനിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ആ ദേശത്തെ അവകാശമാകും. നാം നമ്മുടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിനാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കേണ്ടതിനാണ് ദൈവം നമ്മെ ഈ ദിവസങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥതയോടെ നിങ്ങളായിരിക്കാൻ, ആമേൻ, പ്രത്യാശയോടെ നിങ്ങളായിരിക്കാൻ ഈ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി മാനിക്കുകയും ഉയർത്തുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് നിശ്ചയമായി മറുപടി നൽകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമെന്ന് നാം എടുത്തിരിക്കുന്ന വേദഭാഗം 60-ാം സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, ദാവീദിന്റെ സങ്കീർത്തനമാണ്. നമുക്ക് മനസ്സിലാക്കാൻ തോൽവിയിൽ നിന്ന് ദൈവം കൊടുക്കുന്ന വലിയ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ മുഖ്യ സംഗീതജ്ഞൻ എന്ന് തലക്കെട്ട് ഈ സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും. സാക്ഷ്യത്തിന്റെ താമര എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ദാവീദാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവൻ ദൈവത്തിന് ഉപദേശത്തിനായി അവൻ മെസൊപ്പൊട്ടാമിയിലും സോബാവിയിലും സിറിയകളോട് യുദ്ധം ചെയ്തപ്പോൾ യോബാബ് താഴ്വരയിൽ മടങ്ങി വന്നിട്ട് ആമേൻ ഉപ്പ് താഴ്വരയിൽ 12,000 പേരെ ഏദോമിയരെ കൊന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് ദാവീദിന്റെ സുവർണ സങ്കീർത്തനമാണ്. സ്തോത്രം. ഇത് അവന്റെ വർത്തമാന ഭാവി തലമുറകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഉപദേശമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് മെസൊപ്പൊട്ടാമിയയിലും സിറിയയ്ക്കും എതിരായുള്ള സോബയുടെ ചരിത്രപരമായ അടയാളങ്ങൾ യോബാബ് മടങ്ങി വന്ന് ഉപ്പ് താഴ്വരയിൽ 12,000 പേരെ കൊന്നു എന്ന് കാണുവാൻ കഴിയും. ഈ സങ്കീർണം ദാവീദിന്റെ ഭരണകാലത്താണ് എഴുതപ്പെട്ടത്. അയൽ രാജ്യങ്ങളായിരുന്നു ഈ സിറിയയൊക്കെ. നമ്മൾ കാണാൻ കഴിയും 2 ശമൂവേൽ പുസ്തകം 8-ാം അധ്യായം 1 തൊട്ട് 8 വരെ വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെലിസ്ത്യ, മോബാബ്, സിറിയ എന്നിവയ്ക്കെതിരായ ദാവീദിന്റെ വിജയമാണ് ഈ സങ്കീർത്തനങ്ങളെ പരാമർശിക്കുന്നത്. നമുക്ക് അതിനെ കാണുവാൻ കഴിയുന്നത് അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ ചിതറിച്ചിരിക്കുന്നു, നീ ഞങ്ങളോട് കോപിച്ചിരിക്കുന്നു, യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ തലങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവം ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ ഞങ്ങളെ കോപിച്ചിരിക്കുന്നു, ഞങ്ങൾ യഥാസ്ഥാനത്താകും. നോക്കുക, ദൈവം തന്റെ ജനത്തോട് കോപിച്ചാൽ, തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞാൽ ചിതറിപ്പോകും, സ്ഥാനം തെറ്റിപ്പോകും. നീ ദേശത്തെ നടുക്ക് ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. ദേശത്ത് വലിയൊരു ദൈവത്തിന്റെ കോപം വരുവാനിടയായി. ദേശത്ത് ദൈവകോപം വരുമ്പോൾ ഹല്ലേലൂയ, ദേശത്ത് താമസിക്കുന്നവരെയും അത് ബാധിക്കുവാൻ ഇടയാകും. ദേശം നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവം ദേശം അവകാശമാക്കി നൽകി. പക്ഷെ അവർ ആ ദേശത്ത് വിശ്വസ്തരായിരുന്നില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനെതിരായി അന്യദേവന്മാരെ ഹല്ലേലൂയ സേവിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് താം എപ്പോഴാണോ അകന്നു പോകുന്ന ഇസ്രായേൽ ജനം, അപ്പോഴൊക്കെ ദൈവം അവരെ കഠിനമായ പരിശോധനയോടെയും കഠിനമായ ഹല്ലേലൂയ കഷ്ടതയുടെ അവസ്ഥയിലൂടെയൊക്കെ കടത്തി വരുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിച്ചു, പരിഭ്രമത്തിന്റെ വീഞ്ഞ് ഞങ്ങളെ കുടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനല്ല, പക്ഷെ എപ്പോൾ അല്ലെങ്കിൽ ശത്രു ഞങ്ങളെ അപഹരിക്കും, എപ്പോൾ ഞങ്ങളുടെ ജീവന് നാശം സംഭവിക്കും, ദൈവം ഞങ്ങളെ വിട്ട് കളഞ്ഞല്ലോ, ഞങ്ങളെ കൈവിട്ട് കളഞ്ഞെന്നുള്ള ഒക്കെ ഭാരപ്പെട്ട ആ ജനം ആഹാരത്തിനോ ഒന്നിനും ഒരു ശ്രദ്ധ വെക്കാതെ എപ്പോഴാണ് ശത്രുക്കൾ ഞങ്ങളെ കീഴടക്കുന്നത്, ആക്രമിക്കുന്ന ഒരു ചിന്ത അവർ ചെയ്തു ഭരിക്കുവാനിടയായ. സത്യനിമിത്തം ഉയർത്ത നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകി. നോക്കുക, സത്യനിമിത്തം ഹല്ലേലൂയ, സ്നേഹത്തിന്റെ കൊടി. കർത്താവ് നമ്മെ മറച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ കൊടിയാണ്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ഹല്ലേലൂയ, നീ ഞങ്ങളെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ദൈവത്തിന്റെ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണമെങ്കിൽ ദൈവം തന്നെ വലം കൈ അയക്കണം. ഹല്ലേലൂയ, ദൈവം വലം കൈ വിടുവിക്കുന്ന ദൈവമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി താപ്പോട് വായിക്കുമ്പോൾ
അല്ലെങ്കിൽ നാം എടുത്ത ചിന്തയ്ക്ക് എടുത്ത വേദഭാഗം. ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ, ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളുടെ കൂടെ എന്തുകൊണ്ടാണ് അമ്മേ ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനത്തിന്റെ കൂടെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാത്തവരുടെ കൂടെ ദൈവം ഉണ്ടാകത്തില്ല. അവരുടെ പ്രാർത്ഥന ദൈവം മറുപടി നൽകത്തില്ല. അമ്മേ അവർ എത്ര നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും സങ്കടങ്ങൾ ദൈവസ്ഥിതി ബോധിപ്പിച്ച് കരഞ്ഞാലും ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകത്തില്ല. അല്ലെങ്കിൽ എപ്പോഴാണ് ഈ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത്? ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവസ്ഥനെ കുറ്റങ്ങൾ ഏറ്റു പറയുമ്പോൾ, തിരിഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ, അല്ലെ ദൈവമുഖത്തെ അന്വേഷിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വന്തം ജഡത്തിലും സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം ബലത്തിലും അല്ലെങ്കിൽ പണത്തിന്റെ കൊഴുപ്പിലും അഹങ്കാരത്തിലും ഒന്നിലുമൊക്കെ ദൈവവചനത്തെ കൂട്ടിക്കളയുമ്പോൾ എല്ലാവരും വിചാരിക്കും ദൈവം ഒന്നും ചെയ്യത്തെ. പക്ഷെ എന്നാല് ദൈവം ദൈവിക്കുന്ന അഗ്നിയാന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാവുന്ന പോകുന്നു. സ്തോത്രം. അതിന്റെ 11-ാം വാക്ക് നമുക്ക് കാണുവാൻ, ഞാൻ വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ഇവിടെ പറയുന്ന വൈരിയുടെ നേരെ നീ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ശത്രുക്കൾ ഞങ്ങളുടെ നേരെ ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ മനുഷ്യന്റെ സഹായം തേടിയാലും ഹല്ലേലൂയ ആ സഹായം വ്യർത്ഥമാണ്, അതിന് ശക്തിയില്ല. ഹല്ലേലൂയ, ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ല തിരുവചനം പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ ശക്തി ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യരെ ഇവിടെ ഇവർ പറയുകയാണ്, ഇസ്രായേൽ ജനം പറയുകയാണ്, ആമേ ഞങ്ങളുടെ നേരെ ഞങ്ങളെ വൈരികൾ കടന്നു വരുന്നു, ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് ആമേ ദൈവമാണ് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത്, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ഞങ്ങൾ അവരോട് സഹായം ഹല്ലേലൂയ അപേക്ഷിച്ചാൽ, ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർ ഞങ്ങളെ സഹായിച്ചാലും ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിൽ ആർക്കും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം ഈ 60-ാം സങ്കീർത്തനം നാം വായിച്ചിട്ട് അതിന്റെ മുകളിൽ തൊട്ട് താഴോട്ട് നാം വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇതെല്ലാം ഹല്ലേലൂയ അവർ നിലവിളിച്ചു, അവരവരുടെ ദേശത്ത് അവർ ഇങ്ങനെയായിരുന്നു, അവരുടെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുന്നു. അമീൻ, അവരുടെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു, അവർ ശക്തിമാനാണെന്ന് പറയുകയാണ്. ഞങ്ങൾ അവരിൽ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു പോകുമെന്ന് പറയുകയാണ്. ഇതൊക്കെയും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തില് അമ്മ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. നമുക്ക് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിന്റെ മുഖത്തേക്ക് നിലവിളിക്കുന്ന മനുഷ്യനെ, താൻ ചെയ്തു പോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. അമ്മേ അവരെന്താണ് ചെയ്തത്, എവിടെയാണ് അവരെ ആശ്രയം വെച്ചതെന്ന് എന്ത് ചെയ്യുക അവര് പറയുവാനിടയായി. നമുക്ക് മനുഷ്യൻ ഞങ്ങളുടെ സഹായം അവൻ വ്യർത്ഥമാണ്. എന്നാൽ അതിന്റെ ഹല്ലേലൂയ അവസാനം 11-ഉം 12-ഉം വായിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ വൈരികളുടെ നേരെ സഹായം ചെയ്യണം. അതെ, ഈ ഭൂമിയിലോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ആർക്കും ഹല്ലേലൂയ നമുക്ക് നേരെ നിൽക്കുന്ന ശത്രുവിനെ അമേൻ ഹല്ലേലൂയ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ചെയ്യുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, അതേ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. സ്തോത്രം. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു. അതെ, നിങ്ങളുടെ വൈരികളെ, നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രുക്കളെ അമേൻ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ അത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അമേൻ, അത് ദൈവത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇവിടെ പറയുക, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. സ്തോത്രം. 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം നാം കാണുന്നു, ആമി നിലവിളിച്ച് കരയുന്ന തന്റെ ജനത്തെ. എന്നാൽ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ശക്തി പ്രാപിച്ച ജനം പറയുകയാണ്, അതിന്റെ അവസാനം, പ്രാർത്ഥന അവസാനം തനിക്ക് പ്രത്യാശയുടെ വാക്കുകൾ, പ്രത്യാശ ലഭിച്ചപ്പോൾ പറയുകയാണ് 12-ാം വാക്യം, അതേ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ദൈവത്തിലാണ് ഹല്ലേലൂയ വീര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത്, ബലമുള്ളത്. ആർക്കും തകർക്കുവാൻ കഴിയാത്ത ശക്തിയുള്ള ദൈവത്തിലാണ്. നാം സ്വയമായി യുദ്ധം ചെയ്താൽ ഹല്ലേലൂയ ജയം ലഭിക്കത്തില്ല. ഹല്ലേലൂയ മനുഷ്യന് ജയം ലഭിക്കത്തില്ല. ദാവീദും ഇസ്രായേലും മനുഷ്യന്റെ സഹായം ആവശ്യമായിരുന്നില്ല. ഹല്ലേലൂയ, അത് ഉപയോഗശൂന്യം. എന്നാൽ ദൈവത്തിന്റെ സഹായം അവരെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കുവാൻ. പക്ഷെ അഹങ്കാരികളായ ഫെലിസ്ത്യരിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാം ദൈവത്താൽ നാം വീരപുരം, നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ വൈരികളെ ചവിട്ടി മെതിക്കുന്നത്. യുദ്ധം ചെയ്യുന്നവർത്തെ ദൈവം എന്ത് ചെയ്യണമെന്ന്
കാണുന്നത് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആഗ്രഹമല്ലെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യും. നോക്കുക, മനുഷ്യ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്നും ദൈവത്തിനു വേണ്ടി ദൈവജനം തന്നെ മനസ്സിലാക്കി ദൈവത്തിനു വേണ്ടി നിലനിൽക്കണമെന്നും ദൈവയുദ്ധം ചെയ്യാൻ ഹല്ലേലൂയ നാം ആഗ്രഹിക്കണം. നമുക്ക് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മള് ഒരു പക്ഷേ ചിന്തിക്കുന്നു, ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും നമ്മുടെ ശത്രു, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ ശത്രു. നമ്മൾ എന്ത് ചെയ്യുക? മനുഷ്യരിൽ മാത്രം നമ്മുടെ ശത്രുത്വം, അല്ലെങ്കിൽ മനുഷ്യരെ നാം എന്ത് ചെയ്യുക? ശത്രുക്കളായി കാണുമ്പോൾ മനുഷ്യരുടെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മാവുണ്ട്. ഹല്ലേലൂയ. അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ജനത്തെ ചിന്തിക്കുന്ന, അവിടെ നാശം കാണുവാൻ ആഗ്രഹിക്കും. ദൈവ പൈതലിന്റെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുവന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല, അവന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സ്പിരിറ്റ് അത്രേ. നോക്കുക, ദാവീദിന് മനസ്സിലായത് കൊണ്ട് ദൈവം പോരാടും, ദൈവത്തിലൂടെ പോരാടുമെന്ന് ദൈവത്തിലൂടെയുള്ള അവരുടെ പോരാട്ടം ധീരമായിരിക്കുമെന്നും അതിൽ ദൈവം തന്നെ നമ്മുടെ ശത്രുക്കളെ ചവിട്ടി മതിക്കുന്നത് അവർ കാണുമെന്നും മനസ്സിലായി. മനുഷ്യന്റെ പ്രവർത്തികൾ ദൈവിക പ്രവർത്തനത്തിന് കാരണമാകുകയില്ല എന്ന് മനസ്സിലായി. ദിവീര പ്രവർത്തികൾ ദൈവത്തിന്റെ ഭാഗത്തുണ്ടാവും. അവൻ നമ്മുടെ കൈ മാത്രമല്ല, നമ്മുടെ കാലും ശത്രുവിന്റെ മേൽ ഹല്ലേലൂയ യുദ്ധത്തിന് ഉപയോഗിക്കാം. നോക്കുക, നമുക്ക് കാണുവാൻ കഴിയും, സാത്താൻ വേഗത്തിൽ കാൽ കീഴ് ചതച്ചറിയുക. ദൈവം സമാധാന ദൈവമോ വേഗത്തിൽ തൻ കാൽ കീഴ് ചതച്ച്. നോക്കുക, കാലിന്റെ കീഴിൽ പിശാചിനെ കൊണ്ടുവന്ന് അതിനെ മെതിച്ചു കളയുവാൻ ഇടയായിട്ട് നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളെയും ദൈവ ദിവസങ്ങളിൽ തകർത്തു കളയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളെയും കീഴ്പ്പെടുത്തി ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ഇടയാകും. തോൽവിയിൽ നിന്ന് ദൈവത്തിൽ വിജയത്തിലേക്ക് തോറ്റുപോയെന്ന് ചിന്തിക്കുന്ന ഇടത്ത് ദൈവം നിനക്ക് ജയം നൽകുവാൻ ഇടയാകും. ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, കർത്താവിൽ പൂർണ്ണമായും സമർപ്പിക്കുക. സ്വന്തം പരാക്രമങ്ങൾ കൊണ്ടോ സ്വന്തം ഇഷ്ടങ്ങൾ കൊണ്ടോ യുദ്ധം ചെയ്യാൻ നിന്നാൽ തോറ്റുപോകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ നടത്തും. ഇത്രയും വചനം ശ്രമിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട നന്ദി പറയുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുവാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ക്രൈസ്റ്റ് മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. വാട്സപ്പ് നമ്പറാണ്, നിങ്ങളത് കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകട്ടെ. സർവശക്തന്റെ കരങ്ങളെ നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധന്റെ വലിയ പ്രവൃത്തികൾ ചെയ്ത് വെളിപ്പെടുവാൻ ഇടയാകും. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. മഹത്വം. ആമേൻ.